വെൽക്കം ടു പ്രെപ്സ്കെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കേരള PSC CPOയുടെയും WCPയുടെയും വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെയും സിവിൽ പോലീസ് ഓഫീസറുടെയും നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് 550/2025 എന്നുള്ള കാറ്റഗറി നമ്പറിലുള്ള WCPO വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. വകുപ്പ് നമുക്കറിയാവുന്നതാണ്, കേരള പോലീസ് ആണ് അല്ലെ. കേരള പോലീസ് ഉദ്യോഗ പേര് എന്താണ്? വനിതാ പോലീസ് കോൺസ്റ്റബിൾ അല്ലെ. വനിതാ പോലീസ് ബറ്റാലിയനിലേക്കുള്ള വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ആണ്, അതായത് WCPO, വുമൺ സിവിൽ പോലീസ് ഓഫീസർ. ഇപ്പൊ ഇതിന്റെ ശമ്പളം വരുന്നത് 31,100 മുതൽ 86,800 എന്നുള്ള ഒരു ശമ്പള സ്കെയിലാണ്. 31,100 മുതൽ 66,800 എന്നുള്ള ഒരു ശമ്പള സ്കെയിലാണ്. 66,800 എന്നുള്ള ശമ്പള സ്കെയിലാണ്. ഒഴിവുകളുടെ എണ്ണം എന്താണ്? പ്രതീക്ഷിത ഒഴിവുകളാണ് അല്ലെ. ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ്, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എന്താണ് വേക്കൻസിയിലേക്കാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളത്. നിയമന രീതി നമുക്കറിയാം എന്താണ്? നേരിട്ടുള്ള നിയമനമാണ്. സംസ്ഥാന തലത്തിലേക്ക് എന്താണ് ഒരു റാങ്ക് ലിസ്റ്റ് ആണ് തയ്യാറാക്കുക. അതിൽ നിന്നും എന്ത് ചെയ്യും? ഒഴിവുകളുടെ എണ്ണത്തിനനുസരിച്ച് നിയമനങ്ങൾ നടത്തും. ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് നോർമൽ എന്താണ്? 18 മുതൽ 26 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. 18 മുതൽ 26 വരെ. എന്നാൽ എന്താണ് മറ്റ് വിഭാഗങ്ങൾക്ക് എന്താണ് അതിനനുസരിച്ചുള്ള എന്താണ് ഏജ് റിലാക്സേഷനും എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, SC ST OBC വിഭാഗങ്ങൾക്ക് എന്താണ് ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ യോഗ്യതകളും കൂടി നോക്കാം. യോഗ്യത എന്ന് പറയുന്നതാണ് ആദ്യത്തെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യതയാണ് +2 ആണ് അല്ലെ. +2 യോഗ്യത അല്ലെങ്കിൽ +2 തത്തുല്യ യോഗ്യതയാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. എന്താണ്? ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് കുറച്ച് ശാരീരിക യോഗ്യതകൾ കൂടിയുണ്ട് അല്ലെ. ശാരീരിക യോഗ്യതകൾ കൂടിയുണ്ട്. അതിൽ വരുന്നത് എന്താണ്? ഉയരമാണ്. ഉയരം ഏറ്റവും കുറഞ്ഞത് എന്താണ്? 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അല്ലെ. ഉയരം ഏറ്റവും കുറഞ്ഞത് 157 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതിലെന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 150 സെന്റിമീറ്റർ മതി. കൂടാതെ എന്താണ് കാഴ്ചശക്തിയും കൂടി നിർബന്ധമാണ്. ഇതിൽ താഴെ പറയുന്ന എന്താണ് കാഴ്ചശക്തി, കണ്ണട വയ്ക്കാതെയുള്ള കാഴ്ചശക്തി എന്താണ് വേണം എന്നുള്ളതാണ്. ഇത് രണ്ട് എന്താണ് ദൂര കാഴ്ച ആദ്യത്തേത്. അതെന്താണ്? വലത് കണ്ണിൻ്റെത് 6/6 സ്റ്റെല്ലൻ, ഇടത് കണ്ണിന്റെയും 6/6 സ്റ്റെല്ലൻ. പിന്നെ എന്താണ് സമീപ കാഴ്ച എന്താണ് 0.5 സ്റ്റെല്ലനും 0.5 സ്റ്റെല്ലൻ എന്നുള്ള രീതിയിലാണ് രണ്ട് കണ്ണിന്റെയും കാഴ്ചകൾ എന്താണ് ഈ ഒരു യോഗ്യതയിൽ വേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അത് എന്താണ് ഒരു ശാരീരിക യോഗ്യതയായിട്ട് വേണ്ടി വരും. പിന്നെ നമുക്കറിയാം എന്താണ് ഒരു ഫിസിക്കൽ ഉള്ള ഒരു പോസ്റ്റാണ് അല്ലെ. യൂണിഫോം പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഫിസിക്കൽ ഉണ്ട്, കായിക ക്ഷമതാ പരീക്ഷ ഉണ്ട് എന്നുള്ളതാണ്. അതെന്താണ് 8 ഇവന്റുകൾ ഉണ്ട്. അതിൽ എന്ത് ചെയ്യണം? 5 എണ്ണം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പാസ്സാവണം അല്ലെ. 8 ഇവന്റുകളിൽ എന്ത് ചെയ്യണം? 5 എണ്ണം പാസ്സാവണം. ആ 8 ഇവന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അത് ആദ്യത്തേത് എന്താണ്? 100 മീറ്റർ ഓട്ടാണ്. അതിന് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? 17 സെക്കൻഡ് ആണ്. അടിസ്ഥാന നിലവാരത്തിൽ നമ്മൾ എന്താണ് ക്വാളിഫൈ ചെയ്യണം. 100 മീറ്റർ 17 സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യണം? ക്വാളിഫൈ ചെയ്യണം. ഹൈ ജമ്പ് എന്താണ്? 1.06 മീറ്റർ ആണ് ഹൈ ജമ്പ് വരുന്നത്. ലോങ് ജമ്പ് എത്രയാണ്? അത് 3.05 മീറ്റർ ആണ്. ഷോർട്ട് പുട്ട് 4 കിലോഗ്രാം ഭാരമുള്ളത് 4.88 മീറ്റർ ദൂരം എറിയണം. 200 മീറ്റർ ഓട്ടം വരുന്നുണ്ട്. അത് എത്രയാണ്? അത് 36 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ഓട്ടം. ത്രോയിങ് ദി ത്രോ ബോൾ ആണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ത്രോയിങ് ദി ത്രോ ബോൾ അതാണ് 14 മീറ്റർ എന്ത് ചെയ്യണം? ആ ബോൾ ത്രോ ചെയ്യണം അല്ലെ. പിന്നെ എന്താണ് ഷട്ടിൽ റേസ് ആണ് 25x4 എന്നുള്ള രീതിയിൽ. അത് 26 സെക്കൻഡ് കൊണ്ട് ഷട്ടിൽ റേസ് ഉണ്ടാവും. പിന്നെ ഇതാണ് സ്കിപ്പിംഗ് ആണ്. 1 മിനിറ്റിൽ എന്ത് ചെയ്യണം? 80 തവണ മിനിമം എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് കായിക ക്ഷമതാ പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട എന്താണ് രീതി നമുക്കറിയാം. എന്താണ് PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഓൺലൈൻ ആയിട്ടാണ് ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് എന്താണ്? 14/1/2026 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ്. WCPO എന്താണ് WCPO വനിതാ സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്താണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ വനിതകൾക്ക് യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന വനിതകൾക്ക് എന്താണ് നല്ലൊരു അവസരം തന്നെയാണ്. അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് വനിതാ CPOയുടേത് അല്ലെ. ഇത് നമുക്ക് നോക്കുന്നത് 563/2025 എന്ന കാറ്റഗറിയിൽ വന്നിട്ടുള്ള എന്താണ് സിവിൽ പോലീസ് ഓഫീസർ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലെ. എന്താണ് വകുപ്പ് നമ്മുടെ എന്താണ് കേരള പോലീസ് ആണ്. ഉദ്യോഗസ്ഥർ എന്താണ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലെ. സംസ്ഥാനത്തെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള എന്താണ് സിവിൽ പോലീസ് ഓഫീസർ. ശമ്പളം എന്താണ് 31,100 മുതൽ 66,800 എന്നുള്ള സെയിം ശമ്പള സ്കെയിൽ തന്നെയാണ്. ഒടുവിൽ എന്താണ് ഇത് ബറ്റാലിയൻ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അപേക്ഷിക്കേണ്ടത്. നമ്മൾ എന്താണ് ഓരോ ബറ്റാലിയൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പൊ അതാണ് ഇവിടേക്ക് എന്താണ് പ്രതീക്ഷിത ഒഴിവുകളാണ് അല്ലെ. ഓരോ ബറ്റാലിയനിലേക്കും എന്താണ് പ്രതീക്ഷിത ഒഴിവുകളാണ്. ഇനി ഏതൊക്കെ ബറ്റാലിയൻ ആണ് നമുക്ക് നോക്കാം.
തിരുവനന്തപുരം SAP വരും. പത്തനംതിട്ട എന്താണ് KAP 3, ഇടുക്കി KAP 5, എറണാകുളം KAP 1, തൃശൂർ KAP 2, മലപ്പുറം MSP, പിന്നെ എന്താണ് കാസർഗോഡ് ബേസിക്കിലെ KAP 4 എന്നിങ്ങനെ എന്താണ് 7 ബറ്റാലിയനിലേക്കാണ് അല്ലെ 7 ബറ്റാലിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ CPOയുടെ നിയമനങ്ങൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് 7 ബറ്റാലിയനിലേക്കാണ് പ്രതീക്ഷിത ഒഴിവുകളാണ്. ഓക്കെ, നമ്മൾ ഓരോ ബറ്റാലിയൻ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത്. ഓരോ ബറ്റാലിയനിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിയമന രീതി എന്താണ് നമുക്കറിയാം, എന്താണ് നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി എന്ന് പറയുന്നത് എന്താണ് 18 മുതൽ 26 വയസ്സ് വരെയാണ് അല്ലെ 18 മുതൽ 26. ഇവിടെ എന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് എന്താണ് 5 വർഷവും OBCക്ക് 3 വർഷവും എന്താണ് ഉയർന്ന പ്രായപരിധിയിൽ എന്ത് ചെയ്യും റിലാക്സേഷൻ കിട്ടും അല്ലെ. ഇനി ഇതിന്റെ യോഗ്യതകൾ എന്താണ്, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എന്താണ് +2 തന്നെയാണ് അല്ലെ, ഹയർ സെക്കൻഡറി തുല്യമാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത. ശാരീരിക യോഗ്യത എന്താണ്, അത് എന്താണ് ഉയരം നമുക്ക് ആദ്യം നോക്കാം. എന്താണത് 168 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഉയരം വേണ്ടത് അല്ലെ 168 സെന്റിമീറ്റർ. കൂടാതെ എന്താണ് നെഞ്ചളവ് പറയുന്നത് നമ്മളെന്താണ് ചെസ്റ്റ് ഇതിന്റെ വരുന്നുണ്ട്, അത് 81 സെന്റിമീറ്ററും പിന്നെ എന്ത് ചെയ്യണം ഈ 5 സെന്റിമീറ്റർ എന്ത് ചെയ്യണം എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, 81 ആണ് 86 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ എന്താണ് നെഞ്ചളവും എന്താണ് ഇതിന്റെ ഒരു ശാരീരിക യോഗ്യതയായിട്ട് വരുന്നതാണ്. പിന്നെ എന്താണ് നമുക്കറിയാം, എന്താണ് ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അല്ലെ, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. എന്താണ് ശാരീരിക ക്ഷമതാ പരീക്ഷയുണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതാണ് 8 ഇവന്റുകൾ അവരുണ്ട്, 1 സ്റ്റാർ നിലവാരത്തിലുള്ള 8 ഇവന്റുകൾ. അതിൽ 5 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യണം അല്ലെ. 8 എന്താണ് 5 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം. അപ്പൊ ഈ ഇവന്റുകൾ നമുക്ക് എന്ത് ചെയ്യണം ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതിൽ ആദ്യം വരുന്നത് എന്താണ് 100 മീറ്റർ ഓട്ടാണ്, അത് 14 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഓടി തീരണം. ഓക്കെ, 100 മീറ്റർ 14 സെക്കൻഡ്. ഹൈ ജമ്പ് 132.2 സെന്റിമീറ്റർ ആണ് വരിക. ലോങ് ജമ്പ് വരുന്നത് 457.2 സെന്റിമീറ്റർ ആണ്. പിന്നെ പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാം ഭാരമുള്ള ഷോട്ട് നമ്മൾ എന്ത് ചെയ്യണം 609.6 സെന്റിമീറ്റർ ദൂരത്തേക്ക് എറിയണം. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ആണ്, അത് 6096 സെന്റിമീറ്റർ ദൂരത്തേക്കാണ് അത് എറിയേണ്ടത്. പിന്നെ റോപ്പ് ക്ലൈംബിംഗ് അല്ലെ, എന്താണ് കൈകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള റോപ്പ് ക്ലൈംബിംഗ് ആണ്, അത് എത്രയാണ് 365.8 സെന്റിമീറ്റർ ആണ്. പിന്നെ പുള്ളപ്പ് അഥവാ ചിന്നിങ്, അതെന്താണ് 8 തവണ എടുക്കണം. അവസാനമായിട്ട് എന്ത് വരും 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഇവന്റുകൾ. ഇതിൽ 8 എണ്ണത്തിൽ എന്ത് ചെയ്യണം 5 എണ്ണം നമ്മൾ നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയാം, എന്താണ് PSCയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഇതിലും എന്ത് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് 14/1/2026 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് അല്ലെ. അപ്പൊ ഇതിന് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക അപേക്ഷ സമർപ്പിക്കുക. എന്താണ് CPOയുടെയും WCPയുടെയും നോട്ടിഫിക്കേഷൻ PSC ഇറക്കി അല്ലെ. നമുക്ക് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക അതിന് അപേക്ഷിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക ആരംഭിക്കുക. ഓക്കെ, +2 ലെവലിൽ എന്താണ് ഒരു യൂണിഫോം പോസ്റ്റ് സ്വപ്നം കാണുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള CPയുടെയും WCPയുടെയും പോസ്റ്റുകൾ എന്നുള്ളത് അല്ലെ. അത്യാവശ്യം നല്ലോണം നിയമനം നടക്കുന്ന 2 പോസ്റ്റുകൾ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള പോലീസിന്റെ ഈ 2 കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ. അപ്പൊ എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.